ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ടൈഗർ ടോപ്പിയെ കാണാൻ വേണ്ടിയായിരുന്നു. ടൈഗർ ടോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈഗറുകളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയും എൻട്രി ഫീസൊക്കെ ഉണ്ട്. എൻട്രി ടിക്കറ്റ് എല്ലാം നമുക്ക് പാക്കേജുകാർ തന്നെയാണ് എടുത്തു തന്നത്. അവിടുന്ന് നമ്മളെ അവരൊരു വണ്ടിയിൽ കയറ്റി ഒരു വലിയ വനത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. രണ്ട് വശവും കാണാൻ നിറയെ മരങ്ങളും വലിയൊരു കാട്. നല്ല രസമുള്ള ഒരു കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര. എന്നാലും നമ്മുടെ പൈനാവിൻ്റെ അത്ര ഒന്നും വരില്ല കേട്ടോ. നമ്മൾ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയുള്ള പൈനാവിലൂടെയുള്ള യാത്രയുടെ അത്ര ഒന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തെത്തിയതുപോലെ നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു കാടിന് നടുവിൽ ഇത്രയും ഭംഗിയായിട്ട് ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. അതുപോലെ ഭംഗിയായിട്ട് അവരതെല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കൂടുകളായിട്ട് കുഞ്ഞുങ്ങളെ അവർ ട്രെയിൻ ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക്. നമ്മുടെ നാട്ടിലൊക്കെ നായകളെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുന്നത് പോലെ വെറുതെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. എന്നാൽ അവരെല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആരും അഗ്രസീവായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഗാർഡനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കാണാൻ. ഈ സ്ത്രീയുടെ ദേഹത്ത് മുഴുവൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ജീവനുള്ള തേളുകൾ തന്നെയാണ് കേട്ടോ. പിന്നീട് നമുക്ക് അവിടെ വേണമെങ്കിൽ ടൈൻഡ് ആയിട്ടുള്ള ടൈഗറാണ്. ആ ടൈഗറിൻ്റെ കൂടെ നമുക്ക് നടക്കാനായിട്ട് അവർ അനുവദിക്കും. നവി മാത്രമേ പോയുള്ളൂ, ഞങ്ങളാരും പോയില്ല. നമുക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് പോയില്ല. പക്ഷെ നമുക്ക് അവിടെ വീഡിയോ പിടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ടൈഗറിനോടൊപ്പം ചേർന്നിരുന്ന് നമുക്ക് വീഡിയോ പിടിക്കാം. അതും എനിക്ക് പേടിയായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ഒരവസരമല്ലേ എന്ന് വിചാരിച്ച് പോയിരുന്നു എന്നേ ഉള്ളൂ. നവീന് റിച്ചും അത് ആസ്വദിച്ചാണ് ചെയ്തത്. ഞാനും സച്ചുക്കുട്ടനും പേടിച്ച് തന്നെയാണ് ചെയ്തത്. ടൈഗറിനോടൊപ്പം തന്നെ ട്രെയിനറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും തല തിരിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കുടയുമ്പോഴോ ഒക്കെ അവർ വേഗം തന്നെ ഒരു കമ്പി വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപദ്രവിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ വീഡിയോ സെക്ഷനിൽ ഇവർ നന്നായിട്ട് സഹകരിച്ചു. അപ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് സാധിച്ചില്ല. അവർക്ക് ചെന്നപ്പോൾ ടൈഗർ വളരെ ഗൗരവഭാവത്തോടെയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. പിന്നീട് നമുക്ക് അവിടെ ഒരുക്കിയിരുന്നത് ഒരു ടൈഗർ ഷോ ആയിരുന്നു. ഒരു 7-8 ടൈഗർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ട്രെയിനർ പറയുന്നതിനനുസരിച്ച് അനുസരണയോടുകൂടി പുറകെ ചെന്ന് ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ഓരോരുത്തരും ചെയ്യുന്നു. ട്രെയിനർ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവരെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ജോലികളും കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത് കണ്ടാൽ തോന്നും ഇതൊക്കെ സാധാരണ ഒരു മൃഗം തന്നെയാണോ എന്ന് തോന്നും. റിങ്ങിലൂടെയുള്ള ചാട്ടവും അവരുടെ പലതരത്തിലുള്ള പെർഫോമൻസുകളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ടൈഗർ ഷോ എന്ന് പറയുന്നത്. അത് റിങ്ങിലൂടെയുള്ള ചാട്ടവും അവർ തമ്മിലുള്ള അഭ്യാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ലാസ്റ്റ് അവർ നമുക്കൊരു നമസ്തേ, കൈകൂപ്പി നമസ്തേയൊക്കെ ചെയ്തിട്ടാണ് വിട്ടത്. പിന്നീട് നമുക്ക് അവിടെ കാണാനുള്ളത് ക്രോക്കഡൈൽ ഷോ ആയിരുന്നു. പക്ഷേ അതൊരു മണിക്കൂറിന് ശേഷമാണ്. നാളെ ന്യൂ ഇയർ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി 2 സ്ഥലത്തു കൂടി പോകാനുമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.